വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫോയിൽ ബലൂൺസ് വീർപ്പിക്കുകയും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നല്ല വൃത്തിക്ക് എങ്ങനെ വെക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് വെറും ബലൂൺ വീർപ്പിച്ചിട്ട് മാറ്റി വയ്ക്കുന്ന പോലെയല്ല, ഇതിന് കുറച്ച് റൂൾസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഫോയിൽ ബലൂൺസ് നമുക്ക് ബർത്ത്ഡേസിന് യൂസ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ മാരേജിന് യൂസ് ചെയ്യാം, അതേപോലെ എന്ത് ഫംഗ്ഷൻസിനും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് നമ്പേഴ്സിൽ കിട്ടും, ലെറ്റേഴ്സിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് കിട്ടും, പിന്നെ അതേപോലെ തന്നെ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് കിട്ടും. പിന്നെ നമ്മുടെ 3rd ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ 3 അതിൻ്റെ കൂടെ കിട്ടും, 4th ബർത്ത്ഡേ ആണെങ്കിൽ 4 അതിൻ്റെ കൂടെ കിട്ടും. ഫ്രണ്ട്സ്, ഇത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ ഇതിനകത്ത് ഒരു സ്ട്രോ ഉണ്ടാകും. അത് നിങ്ങൾ കളയാൻ പാടില്ല, ഊതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് ഇങ്ങനെ മടക്കി ചുരുട്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഫോയിൽ ബലൂൺസ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുക. ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ തുറന്നു വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു പിങ്ക് കളറ്. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്. അത് പെട്ടെന്നൊന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ പിങ്ക് കളർ ചിലപ്പോൾ ഗ്രീൻ ആകാം, യെല്ലോ ആകാം, അതൊന്നും സാരമില്ല. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലൂടെ നമുക്ക് പയ്യെ ഈ സ്ട്രോ കയറ്റി കൊടുക്കണം. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പൊട്ടാതെ തന്നെ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് ഇത് കയറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, ഏകദേശം ഇത്രയെങ്കിലും നിങ്ങൾ ഇറക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇത് കയറ്റുമ്പോൾ ഒരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യും. ഇത് നമ്മൾ ഊതി കഴിഞ്ഞിട്ട് ഈ സ്ട്രോ പുറത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂ ഉള്ളത് കാരണമാണ് ഇങ്ങനെ ഒരു ടൈറ്റ് ആയതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഒരു ഇത്ര ഭാഗമെങ്കിലും കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ഊതിയതിന് ശേഷം ഈ സ്ട്രോ അതേപോലെ തിരിച്ചെടുത്തതിന് ശേഷം ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ 2-3 മിനിറ്റ് പിടിച്ച് നിൽക്കുക. പിടിച്ച് നിന്നതിന് ശേഷം അതിന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എയർ പുറത്തോട്ട് പോവില്ല. നമ്മൾ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ ആ ഗ്ലൂ ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് ഒന്ന് പിടിച്ച് നിന്നാൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഊതി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഊതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് ഇത് വലിച്ചെടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇതിങ്ങനെ പിടിച്ച് നിൽക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ലെറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ലെറ്റേഴ്സും നമുക്ക് വീർപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അതേപോലെ കുറച്ചെണ്ണം വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ലെറ്റേഴ്സ് വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റിക്ക് ആയിക്കോളും ഇവിടെ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ 2 ഹോൾസ് കാണുന്നുണ്ടാകും. ആ ഹോൾസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി കെട്ടിയിട്ട് മുകളിലൊക്കെ തൂക്കുമ്പോൾ കയറ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ആണ്. പിന്നെ ഇത് 2-3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് സിൽവറും പിന്നെ അതേപോലെ തന്നെ ഗോൾഡനും ആണ്. അപ്പോൾ പല കളേഴ്സിൽ അവൈലബിൾ ആയിരിക്കും, എനിക്കതറിയില്ല. ഞാൻ ഗോൾഡനും സിൽവറും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഓർഡർ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ 3-4 സെലിബ്രേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 3-4 പ്രാവശ്യം ഇതേ സാധനം തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് സാധാ ബലൂൺ പോലെയല്ല. സാധാ ബലൂൺ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വീർപ്പിച്ച് പിന്നെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, പൊട്ടിപ്പോവും. പക്ഷേ ഇതെന്ന് പറയുന്ന സ്ട്രോ ഉപയോഗിച്ച് തന്നെ നമ്മൾ വീർപ്പിച്ചതുപോലെ ഈ ഹോളിനകത്തോട്ട് കയറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ എയർ ഫുള്ള് പുറത്ത് കളഞ്ഞിട്ട് ഇത് മടക്കി സൂക്ഷിച്ച് ആ ബോക്സിനകത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അടുത്ത സെലിബ്രേഷന് ഇതെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബലൂണിന്റെ എയർ എങ്ങനെ കളയാന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നേരത്തെ നമ്മൾ വീർപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രോ ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പയ്യെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് ഇതിനകത്തോട്ട് കയറ്റാം. എന്നിട്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കാം.
തന്നെ ഇതാ ഇതിന്റെ കാറ്റ് പോകുന്നുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പയ്യെ വേണം പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത് മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എയർ മുഴുവനായിട്ടും പുറത്തോട്ട് പോകും. നിങ്ങൾ പയ്യെ വേണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഹാർഡായിട്ട് പ്രസ് ചെയ്താൽ ഇത് പൊട്ടിപ്പോകും. ഇനി നമുക്ക് പയ്യെ ഈ സ്ട്രോ ഒന്ന് ഈ ബലൂണിൻ്റെ പുറത്തേക്ക് എടുക്കാം. ഇതാ നമ്മൾ പയ്യെ എടുത്തിട്ടുണ്ട്. ഇതാ അപ്പം നമ്മൾ എയർ മുഴുവനായിട്ടും പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മടക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ബോക്സിനകത്തോട്ട് വെച്ചിട്ട് അടുത്ത സെലിബ്രേഷന് നമുക്ക് ഇതേ ബലൂൺ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി